ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ബോൾട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കണം, പിന്നെ പൈപ്പ് നമ്മൾ അത് വേസ്റ്റ് പൈപ്പൊക്കെ എങ്ങനെ ഇട്ടിട്ട് വേണം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യണമെന്ന ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു വാഷ് ബേസിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് 34 ഇഞ്ചാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് വരേണ്ടത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അത് അതിൻ്റെ വേസ്റ്റ് ലൈൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കണം. വേസ്റ്റ് ലൈൻ നമുക്ക് ഇതുപോലെ തന്നെ ഒരു 23 ഇഞ്ച് വരുന്ന രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. കാരണം വേറെ ഒന്നുമല്ല, 23 ഇഞ്ച് അതിൻ്റെ വേസ്റ്റ് ലൈൻ്റെ 1.5 ഇഞ്ച് പൈപ്പ് വന്നു, അതിനോട് ചേർന്ന് തന്നെയായിരിക്കണം വാട്ടർ കണക്ഷനും വരേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ പെഡസ്റ്റൽ കാര്യങ്ങൾ പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് മൂടി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ബോൾട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 34 ഇഞ്ചാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ്. കണ്ട ആ മാർക്കിങ് കൊടുത്തതിന് 34 ഇഞ്ചാണ് വാഷ് ബേസിൻ്റെ ടോപ്പ്. അതിന് അതിൻ്റെ സെൻറ്റർ എങ്ങനെ മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നോക്കുക, നമ്മുടെ ഈ പറയുന്നത് കണ്ട, അതായത് വാട്ടർ കണക്ഷൻ്റെയും വേസ്റ്റ് പൈപ്പിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കണം നമ്മൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യേണ്ടത്. എന്നാലേ ശരിക്കും അതിൻ്റെ പെഡസ്റ്റിൽ അതിൽ മൂടിപ്പോവുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പുറത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ മൂടി പോകാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ ലെവലിൽ വെച്ചിട്ട് നേരെ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് വാഷ് ബേസിൻ നമ്മൾ ഏത് വാഷ് ബേസിനാണെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് അതിൻ്റെ ബാക്കിൽ ഹോൾ ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോൾട്ടിൻ്റെ കറക്റ്റ് പൊസിഷൻ കിട്ടും. ബോൾട്ടിൻ്റെ കറക്റ്റ് പൊസിഷൻ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ബോൾട്ടിൻ്റെ പൊസിഷൻ കിട്ടി. അതിനുശേഷം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 14 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. 14 ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് കോമൺലി നമ്മൾ വരുന്നത്. എല്ലാം തന്നെ ഒരു 14 ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോൾട്ട് സെറ്റ്, ആങ്കർ ബോൾട്ട്, അതായത് നമ്മുടെ ഈ പറയുന്ന വാഷ് ബേസിൻ ഉറപ്പിക്കാനുള്ള ബോൾട്ട് നമ്മൾ ഉറപ്പിക്കുന്നത്. അത് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമുക്ക് പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിലുണ്ടാകും നമ്മുടെ പെഡസ്റ്റൽ, ഹാഫ് പെഡസ്റ്റൽ എന്ന് ഉദ്ദേശിച്ചാൽ വാഷ് ബേസിൻ്റെ താഴെ നിങ്ങളൊരു പെഡസ്റ്റൽ കണ്ടിട്ടുണ്ടാവും മൊത്തം കവറിങ് ചെയ്തിട്ട്. അപ്പോൾ അത് മൂടി പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ താഴെ കാണുന്ന സ്ക്രൂ അതിന് വേണ്ടിയിട്ട് ഹാഫ് പെഡസ്റ്റൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഹാഫ് പെഡസ്റ്റൽ മൊത്തം വന്ന് മൂടി പോകാൻ വേണ്ടിയിട്ടും അന്ന് വാഷ് ബേസിൻ്റെ ഹൈറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ ലെവലിൽ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഒരു വാഷ് ബേസിൻ്റെ ടോപ്പ് 34 ഇഞ്ച് ഫിനിഷിംഗ് ലെവൽ, അതിന് ശേഷം ഏറ്റവും താഴെ വരുന്നത് അതിൻ്റെ വേസ്റ്റ് പൈപ്പ് ഉണ്ടാവും. 1.5 ഇഞ്ച് വേസ്റ്റ് പൈപ്പ് വന്നിരിക്കുന്ന ഏരിയ 33 ഇഞ്ച് ആണ് നമുക്ക് അതിൻ്റെ ടോപ്പ് വരേണ്ടത്. അതിൻ്റെ മുകളിലേക്ക് കയറി ഓവറായിട്ട് കയറി പോകരുത്, എന്നാൽ താഴ്ന്നു പോകരുത്. കാരണം താഴ്ന്നു പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിൽ നമുക്ക് താഴ്ത്തി പിടിപ്പിക്കേണ്ടതായിട്ട് വരും. കാരണം എന്നാൽ മാത്രമേ പെഡസ്റ്റൽ കൊണ്ട് അതൊന്ന് മൂടി പോവുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന വാട്ടർ കണക്ഷൻ ഈ പറയുന്ന വേസ്റ്റ് പൈപ്പിനോട് അടുപ്പിച്ചായിരിക്കും ചെയ്യേണ്ടത്. ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ വരുന്ന പെഡസ്റ്റുകളെല്ലാം തന്നെ വളരെ അടിവശം വളരെ അടുപ്പിച്ചായിരിക്കും വരുന്നത്. വളരെ ഒട്ടും തന്നെ ഗ്യാപ്പില്ലാത്ത രീതി. ചിലത് മാത്രമാണ് സ്ക്വയർ ടൈപ്പൊക്കെ വരുന്നത്, ചിലതൊരു ത്രികോണം ടൈപ്പൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് പൈപ്പും അതുപോലെ തന്നെ കണക്ഷൻ പൈപ്പും ആംഗിൾ കോക്കും ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിൽ മാക്സിമം അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ വാഷ് ബേസിൽ പിടിപ്പിക്കുമ്പോൾ ഹാഫ് പെഡസ്റ്റലാണെങ്കിൽ ഹാഫ് പെഡസ്റ്റൽ പിടിപ്പിക്കാം, യാതൊരു വിഷയം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ടേബിൾ ടോപ്പ് ആണെങ്കിലും ആ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കും. ടേബിൾ ടോപ്പ് ആയാലും നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ചെയ്യുന്നത് പക്കയായിട്ട് ചെയ്തിട്ടാൽ യാതൊരു വിഷയമില്ലാതെ ഏത് വേണമെങ്കിലും നമുക്ക് പിടിപ്പിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. അത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.